നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, രാമേട്ടൻ തെറ്റിദ്ധരിച്ചതാ. എന്റെ വേളി കഴിഞ്ഞിട്ടൊന്നുമില്ല. ആ കുട്ടിയുടെ ചേച്ചി മുത്തശ്ശന്റെ ട്രീറ്റ്മെന്റില. ആ കുട്ടി കേട്ടോ ആവോ? ചേച്ചി, അതെ, രാമേട്ടൻ ചോദിച്ചത് കേട്ടോ. ലച്ചുവേച്ചി ഗോവിന്ദ് തിരുമേനയുടെ വേളിയാണോന്ന്. തെറ്റുപറ്റത്തത് ആർക്കാ? അതിന് ജാനിക്കുട്ടി എന്തിനാ വലിയ കാര്യാക്കുന്ന? എന്നാലും കേട്ടപ്പോ ഒരു രസം. ഇത്തരം കാര്യങ്ങൾ കേട്ട് രസിക്കാനുള്ള പ്രായമൊന്നും ജാനിക്കുട്ടിക്ക് ആയിട്ടില്ല. അങ്ങോട്ട് ചെന്ന് അവരെ സഹായിക്കാം. ചെല്ലു. അത് അന്ന് കണ്ട അമ്മയല്ലേ? മുത്തശ്ശിക്ക് എന്നെ മനസ്സിലായോ? ഗൗരി, അമ്മേ, ഞാൻ ലക്ഷ്മിയാ. ഒരിക്കൽ മുത്തശ്ശി കൂട്ടം തെറ്റി അപകടത്തിൽപ്പെട്ട് റോട്ടി വീണ് കിടന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മറന്നോ? ഓർമ്മയില്ലേ മുത്തശ്ശി? മുത്തശ്ശി എന്താ ഒന്നും പറയാത്തെ? ഇവരങ്ങനെ ആരോടും സംസാരിക്കാറില്ല മോളെ. എനിക്ക് മുത്തശ്ശി അറിയാം. എങ്ങനെ? ഈ മുത്തശ്ശി ഒരു ദിവസം ആക്സിഡന്റിൽ പെട്ട് കിടന്നപ്പോ ഞങ്ങളാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അത് സഞ്ജയ് പണിക്കർ സാറല്ലേ? ആ കൂട്ടത്തിൽ കുട്ടിയുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നിങ്ങളെ ആരെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ. അന്ന് ഞങ്ങളൊരു തീർത്ഥാടനത്തിന് വന്നതാ. ഇവർ കൂട്ടം തെറ്റിപ്പോയി. വിവരമറിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ചവർ പോയിരുന്നു. എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് സഞ്ജയ് പണിക്കർ സാറിന്റെ ഫോൺ നമ്പർ കിട്ടിയിരുന്നു. വിളിച്ച് നന്ദി പറഞ്ഞപ്പോ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ഞാൻ സഞ്ജയ് പണിക്കർ സാറിനെ വിളിച്ചായിരുന്നു. 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. എല്ലാത്തിനും നന്ദിയുണ്ട്. പിന്നെ സാറിനോട് പറഞ്ഞ് ഒരു തവണ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അല്ല, എന്റെ മുത്തശ്ശിയുടെ പേര്? യഥാർത്ഥ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല മോളെ. ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവരിവിടെ എത്തുന്നത്. ആരും അന്വേഷിച്ച് വന്നിട്ടുമില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഗൗരി എന്ന് എപ്പോഴും പറയും. സ്വന്തം പേരാണോ മകളുടെ പേരാണോ എന്നൊരു നിശ്ചയമില്ല. എന്നാ നമുക്ക് പോ. ഞാനിപ്പോ പോട്ടെ മുത്തശ്ശി, പിന്നീട് ഒരിക്കൽ വരാം. എന്തായി കാട്ടുന്നേ? ആ കുട്ടിക്ക് പോണ്ടേ? ഞാൻ നാളെ വരാം മുത്തശ്ശി. വിട്. ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി. വിട്ടെ, പോട്ടെ. ആദ്യമായിട്ടാ ഇവരിൽ നിന്ന് ഇങ്ങനൊക്കെ ഉണ്ടാവുന്നത്. ആ ആക്സിഡന്റിന് ശേഷം ഇവർ കരഞ്ഞു പോലും കാണുന്നത്. ഇനി ഇവിടെ നിക്കണ്ട. ലച്ചുവേച്ചി വേഗം വാ. നിങ്ങൾ പൊയ്ക്കോളൂ. ലച്ചു, വാ. മോളെ ഗൗരി, നീ പോവാണോ? ഗിരിയും പോയി, ഗൗതവും പോയി, എല്ലാവരും പോയി. മോളും അമ്മയെ വേണ്ടെന്ന് വെച്ച് പോയി. അതല്പം കടന്നുപോയി. കവിത അപ്പച്ചി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കവിത അപ്പച്ചിക്ക് അതിൽ സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ വിട്ടേക്കണം. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് സുഖം അപ്പച്ചി നേടാൻ പോന്ന്? ഒരമ്മയുടെ വില അറിയാത്ത അവളോട് എന്ത് പറയാനാ മോനെ? വയറ്റിലൊരു കുഞ്ഞിനെയും പേറി അവള് നിൽക്കുന്നതെന്നുള്ള ബോധം പോലും അവക്ക് ഇല്ലാതെ പോയി. നീ അത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. എല്ലാം നിശ്ചയിക്കുന്നത് ദൈവം, അല്ലാതെ മനുഷ്യരൊന്നും അല്ല.
ഒരു ജീവൻ ഭൂമി പിറക്കണമെന്ന് യോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. എനിക്കിത് ആദ്യത്തെ പ്രഗ്നൻസി ഒന്നും അല്ലെന്ന കവിതേച്ചി പറയുന്നത്. കുറച്ച് പ്രായം എനിക്കുണ്ടെന്നും ഗർഭം അലസി പോകാനുള്ള സാധ്യത കൂടുതലാണത്രേ. പിന്നെന്താ കവിത പറഞ്ഞത്? മടിക്കാതെ നീ പറ കാവേരി. നല്ല റെസ്റ്റ് എടുത്ത് കിട്ടിയ കുഞ്ഞിനെ പ്രസവിക്കാനാ നോക്കേണ്ടതെന്ന്. ഗർഭം ഒന്ന് കേട്ടപാടെ ആഘോഷിച്ച് കുഞ്ഞിനെ നഷ്ടമായാൽ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ലെന്ന കവിതേച്ചിയുടെ ഉപദേശം. ഉപദേശം കവിതയുടെ കയ്യിലിരുന്നാ മതി. അവളുടെ മനസ്സിൽ എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നത് ദൈവമാണെങ്കിൽ അതിന് ദൈവം ഞങ്ങളുടെ കൈകളിലും തരും. ഇനി അതല്ല സംഭവിക്കുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ ഭാഗ്യമില്ലാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. മനസ്സുകൊണ്ട് കവിതേച്ചി ശപിക്കാതിരുന്നാ മതി. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നീ നന്നായി സൂക്ഷിച്ച മതി കാവേരി. പല കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വേദനിച്ചു ഒരാഘോഷം വേണ്ടെന്ന് വെച്ചതാ ഞാൻ. ഇനി എനിക്കത് ആഘോഷിക്കണം മോനെ. എനിക്കത് കവിതയെ കാണിച്ചു കൊടുക്കണം. വേണ്ടതൊക്കെ ദിനേശ് അങ്കിൾ ചെയ്തോ. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. ഇതിന് സ്വർണത്തിന്റെ വില മാത്രമേ ഉള്ളൂ. ഇതിന് പകരം സ്വർണം കൊടുത്ത് ഞാൻ ആ കടം വീട്ടി. ഇതിന് ജീവന്റെ വിലയാ. പകരം ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ ജീവനാണ്. നീ എന്റെ ജീവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.